രൂപയുടെ PR വർക്കും അതുപോലെ ഇപ്പൊ തന്നെ ഒരു 10 കോടി രൂപയോളം ഡിജിറ്റൽ വാഹനമൊക്കെ ഇറക്കിയിട്ട് ഇവിടെ കളിക്കുകയാണ്. ഈ പൈസയുടെ കാര്യമൊക്കെ നമുക്ക് ഒന്ന് അന്വേഷിക്കണം. പക്ഷെ ആദ്യമായിട്ട് മാറാത്തത് ഇനി മാറുമ്പോൾ നാറാത്തത് നാറുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം. നാറാത്തത് നാറണം. രാമായണത്തില് ഒരു ആപ്തവും ദീപ്തവുമായിട്ടുള്ളൊരു വാക്യമുണ്ട്. ഈ ചില വസ്തുക്കൾ നാറ്റം സൃഷ്ടിക്കും. ഈ സ്വർണത്തെ പോലും ഈ കഞ്ചലങ്ങൾ അത് നിഷ്പ്രഭമാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് BJPക്ക് 24 ക്യാരറ്റ് വേണോ അതോ 2 ക്യാരറ്റ് വേണോ എന്നുള്ളത് അണികൾ തീരുമാനിക്കണം. ഒരു അഴിമതിയുടെ കൊടയും പിടിച്ചിരുത്തി നടന്നിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇവിടുത്തെ സർക്കാരും മറ്റേ LDFും UDFും ഒക്കെ അഴിമതിക്കാരാണ്. ശരിയാണ്, അവരവരുടെ അഴിമതി പാട്ട് നീക്കി വെച്ചോളൂ. പക്ഷേ ഒരു കൈയില്ലാത്തവൻ ഒരു നഖമില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയാണ്. BPL കമ്പനിയെ പറ്റി നിങ്ങൾ മലയാളികൾ കുറെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ എത്ര കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് ഇവർ വേവർ ചെയ്യിപ്പിച്ചതെന്നറിയും. ആ സമയത്ത് ബാങ്കിന് ICICI ബാങ്കാണ്. നിങ്ങൾ അന്വേഷിക്കാതെ പോകരുത്. ഇതൊരു വളരെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ്. കാരണം BJP എന്ന് പറയുന്നത് സ്മാർട്ട് ഗെയിം കളിക്കുന്നവരാണ്. അവർ ഹാർഡ് വർക്കേഴ്സ് അല്ല. മണ്ണിച്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറയുന്നതാണ് BJPയുടെ രാഷ്ട്രീയം. അധ്വാനിക്കുന്നവർക്കൊന്നും അവിടെ പ്രസക്തിയില്ല. RSSകാര് അത്രയും മാത്രം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ദേശസ്നേഹികളുടെയും ദേശഭക്തരുടെയും പ്രസ്ഥാനമാണ്. ഒരു മാറ്റവുമില്ല അതില്. നരേന്ദ്രമോദി ചെയ്ത നന്മകളൊന്നും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത മാറ്റങ്ങളും ഒന്നും കേരളത്തിൽ എത്തിയിട്ടില്ല, കേരളത്തിൽ എത്തുകയില്ല. ഇവര് പറയുന്നത് ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവര് മാറുമെന്ന്. കഴിവുള്ളവന് ഭരണം വേണ്ട. കല്യാണം കഴിച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഒരു കുട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. മനസ്സുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവും. എന്നാൽ ഇവിടെ ഉള്ളവന്മാർക്ക് കല്യാണ സർട്ടിഫിക്കറ്റ് വേണം. ജനങ്ങൾ വോട്ട് കൊടുത്ത് ആക്കി MLA ആയിട്ടോ അല്ല MP ആക്കിയാലേ ഇവർ പണിയെടുക്കുള്ളൂ എന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം BJPയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ സുരക്ഷയ്ക്കും അവരുടെ ഭക്ഷണത്തിനും അവരുടെ വികസനത്തിനും കുട്ടികളുടെ തൊഴിലില്ലായ്മയ്ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഒരു ഭരണത്തിന്റെ ആവശ്യമില്ല. ജനങ്ങൾ ചുമ്മാ മോദി മോദി എന്ന് പറയും. മോദിയുടെ പടവും സംഘത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ആൾക്കാരുടെ ഇടയിൽ പോകുന്നത്. എന്നാൽ ഇനി നമ്മൾ പോയിന്റിലേക്ക് വരണം. AN രാധാകൃഷ്ണൻ നടത്തിയ വാഗ്ദാനം എന്താണ്? സീനിയർ BJP ലീഡറാണ് AN രാധാകൃഷ്ണൻ നടത്തിയത്. എത്ര കോടി രൂപയുടെ അഴിമതി? പിള്ളേർക്ക് കമ്പ്യൂട്ടർ ഇല്ല പിള്ളേർക്ക് പഠിക്കാൻ. ഇവിടെ കമ്പ്യൂട്ടർ ഇല്ലാത്തതിന്റെ പേരിൽ പിള്ളേർ ആത്മഹത്യ ചെയ്തപ്പോൾ അന്ന് ഞാനാണ് ഇവിടെ കടകംപള്ളി സുരേന്ദ്രന് 10 പുതിയ ബ്രാൻഡ് ന്യൂ TV വരെ എടുത്തു കൊടുത്തത്. ഇവിടെ TV കൊടുക്കാം, കമ്പ്യൂട്ടർ കൊടുക്കാം, അതുപോലെ തന്നെ ഫോൺ കൊടുക്കാം, സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ച പൈസ എത്ര? 17,000 പേരുടെ പൈസ ഇവിടെ പോയത് എവിടെയെങ്കിലും ആരെങ്കിലും അന്വേഷിച്ചോ? എത്ര കോടി രൂപയാണ് ഇതിൽ നിന്നും തട്ടിയതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? ഇനി അടുത്ത അത് പോട്ടെ. MT രമേശിന്റെ ആ അഴിമതി കോഴക്കേസിന്റെ കാര്യം ഈ രാജീവ് ചന്ദ്രശേഖരന് ഓർമ്മയില്ലേ? ഇതെല്ലാം രാജീവിന്റെ ടീമിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പാലക്കാടിലെ കൃഷ്ണകുമാറിന്റെ കേസ് രാജീവിന്റെ ടീമാണിപ്പോ. ഇത് ഓരോ കൊടക്കമ്പികളാണ്. ഇനി ഇതിനേക്കാളും ഒക്കെ ഗ്രേവ് സിറ്റുവേഷൻ എടുക്കാം. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കൊല്ലത്തുള്ള പ്രതാപിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദാറ്റ് നെയിം? പ്രതാപ്, ഡോക്ടർ പ്രതാപ്, കാർഡിയോളജിസ്റ്റ്. അയാളെ പറ്റി ജസ്റ്റ് ഡോക്ടർ പ്രതാപ് കുമാർ എന്ന് നിങ്ങൾ ജെമിനിയിലോ ഗൂഗിളിലോ അടിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാനിത് കാണിച്ചു തരാണ്. ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ പോവാതെ പോകരുത്. മെഡിക്കൽ ഫ്രോഡ് ആൻഡ് ഫ്രോജറി എവിടെയാ? കറപ്ഷൻ ബ്യൂറോ ACB രജിസ്റ്റേർഡ് FIR അഗൈൻസ്റ്റ് പ്രതാപ് കുമാർ ഫോർ ചീറ്റിംഗ് ഫോർജറി ഒക്കെ എടുത്തിരിക്കുന്നത് എവിടെയാ? ഹരിയാനയിലാണ്. BJP തന്നെ യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇവർക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ചാൻസ് കൊടുക്കുകയാണ്. അടുത്ത കേസ് റീയൂസ് ഓഫ് സിംഗിൾ യൂസ് എക്യുപ്മെന്റ്. ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ റീയൂസ് ചെയ്തു. സെന്റും കാര്യങ്ങളും ഒക്കെ വീണ്ടും കഴുകി മറ്റേ വെയിലത്തിട്ട് ഉണക്കി തുടച്ചു വാരിയെടുത്ത് ആൾക്കാരുടെ ചങ്കി കീറി കുത്തി കെട്ടി വിടുന്നതാണോ ധർമ്മം? ആണോ? രാജീവിന്റെ ആൾക്കാരുടെ ക്വാളിറ്റിയായി പറയണത്. ജനം അറിയണത്. അടുത്ത ഡബിൾ ബില്ലിംഗ് സ്കാംസ്. ബില്ലിന്റെ കാര്യം വരുമ്പോ, ബിസിനസിന്റെ കാര്യം പറയുമ്പോ രാജീവ് ചാടി വിടും. കാരണം രാജീവൻ എന്ന് പറയുന്നത് ബിഷപ്പിന്റെ ജിമ്മിൽ പോയിട്ട് പുഷപ്പ് അടിച്ചു വന്ന് നിൽക്കാനേ രാജീവിന് അറിയുള്ളൂ. രാജീവിന് സൂര്യ നമസ്കാരം പോലും അറിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ ആരാണ്? അയാളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്. പൈസ ഉള്ള ഒരുത്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തം യഥാർത്ഥ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചതും BJPയുടെ നല്ല നല്ല സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഒറിജിനൽ അച്ഛനെ മാറ്റിയിട്ട് ഇവിടെ കുറെ മക്കളുണ്ട്. ഓ റിച്ച് ഡാഡി കേം, ഐ വാണ്ട് മൈ റിച്ച് ഡാഡി.
റിച്ച് ഡാഡി സോ ഗ്രേറ്റ്, റിച്ച് പപ്പ ഹായ് വി ആർ വിത്ത് യു എന്ന് പറയുന്നതാണോ കേരളത്തിന്റെ സംഘം ആരാന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത? അദ്ദേഹത്തിന്റെ അഴിമതികളെ പറ്റി ബി ജെ പിയിൽ എന്ത് സംഭവിച്ചു, അല്ല ബി പി എല്ലിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. മൂന്നക്ഷരമുള്ള ബി ജെ പിയിലും മൂന്നക്ഷരമുള്ള ബി പി എല്ലിലും അതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന JDS മൂന്നക്ഷരമേ ഉള്ളൂ. മൂന്നക്ഷരത്തിലുള്ള എവിടെ അദ്ദേഹം ചാടിക്കയറും, അത് 3G ആവും. 3G ആവും. മലയാളിക്ക് ഓഫർ കൊടുത്താൽ മലയാളി ചാടി വീഴും. ഇവിടെ നല്ല നേതാക്കളില്ലേ? ഇവിടെ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വേറൊരു പദത്തിലായിരുന്നു VS പണ്ട് പറഞ്ഞ അബ്ദുൽ കലാം സാറ് വാണം വിടുന്നവനാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാണ് പറഞ്ഞു, ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്നാണ് പറഞ്ഞു. അതുപോലെ എന്നെ വാണം എന്ന് പറഞ്ഞു. പക്ഷെ കേരളം വിട്ടപ്പോ അവിടുത്തെ ഒരു പറഞ്ഞത് റോക്കറ്റാന്ന് പറഞ്ഞു. ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു? ഞാൻ കർണാടകയിൽ നടത്തിയ റോഡ് ഷോ നിങ്ങൾ കാണണം. എന്റെ റോഡ് ഷോ നരേന്ദ്രമോദി ഇലക്ഷന് ഇപ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 240 സീറ്റായിട്ട് കുറഞ്ഞുപോയി. ആ സമയത്ത് നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങിയോ? അതേസമയത്ത് നമ്മുടെ ടീമാണ്, നമ്മുടെ സന്യാസി ടീമാണ് അദ്ദേഹത്തിന് വേണ്ടി വോക്ക് ചെയ്തത് എന്ന് കരുതി BJP കേരളത്തിലെ KGPക്ക് വേണ്ടി നമ്മൾ വോക്ക് ചെയ്യില്ല. കാരണം എന്നാണോ ഇവർ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ വികസനത്തിന്റെ കാര്യം പറയും. ഇവിടെ ഇപ്പൊ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മറ്റൊരു പരിപാടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശിവഗിരിയില് ഇവര് പോയായിരുന്നു. സംഘത്തിന്റെ നാഗ്പൂർ എന്നറിയപ്പെടുന്ന കാര്യാലയം എന്ന് പറയുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്തെ കാര്യാലയത്തിൽ ഇവർ പോയായിരുന്നു. ഈ രാജീവിന് ഇവിടുത്തെ കാര്യാലയത്തിൽ ഒന്നും പോണ്ട, ഇവിടുത്തെ ശിവഗിരി പോണ്ട, ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പോണ്ട, സത്യാനന്ദ സരസ്വതി അടുത്തൊരു വിളക്കെങ്കിലും കത്തിച്ചിട്ട് പോയ. പക്ഷെ ഇവർക്ക് ബിഷപ്പുമാരുമായിട്ടാണ് ഡീൽ. എന്താണ് ആ ഡീൽ എന്ന് കൂടെ മനസ്സിലാക്കൂ. റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ്. ഇനി രാജീവിന്റെ നോട്ടം ഒന്ന് മാത്രമേ ഉള്ളൂ, പോർട്ടിലേക്കാണ്. അദ്ദേഹത്തിന് പോർട്ട് ക്യാപ്ചർ ചെയ്യണം. ആൻഡ് അവർ നരേന്ദ്രമോദി is not able to understand certain situation because they have certain mediators here. And my request, you should publish or you should introduce this subject in front of Modi, or else they have to get a strong hit back, otherwise they will never change. ഇവന്മാർക്ക് അടി കിട്ടണം. ജനങ്ങളുടെ അടുത്ത് ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്നു. ഇവരുടെ മുദ്രാവാക്യത്തില് എന്ത് ഹിന്ദുത്വമാണോ? ഇവർ പറയുന്ന വർഗീയത, കുറെ മുസ്ലിങ്ങളെ ആക്രമിക്കുക. ഇന്നലെ ആ കാപ്പിക്കുരു കള്ളൻ, ആ ആർക്കണം കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ, റിയൽ എസ്റ്റേറ്റ് എന്ന് കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ ആരാ? K. സുരേന്ദ്രൻ. പേര് തന്നെ കേട്ടിട്ടുണ്ട്. എപ്പോഴും വേണം ജനങ്ങൾക്ക് എഴുതാൻ കള്ളനാണ് എന്ന്. അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോ തന്നെ വീട്ടുകാർ ഇട്ട് കൊടുത്തൊരു സാധനമാണ് K. ഇത്രയും വലിയ ഗുണ്ടായുസം, ഇത്രയും വലിയ മാനിപ്പുലേഷൻ. അയാൾ പറയുന്നു മുസ്ലിം ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങളെല്ലാം അയാൾ വോട്ട് കൊടുക്കുന്നു. പിന്നെ ഇയാള് മുസ്ലിങ്ങളുടെ വോട്ട് കൊടുക്കാൻ വേണ്ടി ആ സമുദായത്തിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടീനെയും തങ്ങളുമാരെയും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇയാള്. ഇവരുടെ BJP, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ക്രിസ്ത്യൻ ലോബിയുടെ കൺട്രോളിലാണ് BJP എന്ന് ഞാൻ പറഞ്ഞു. BJP മീൻസ് ബിസിനസ് ജനതാ പാർട്ടി, അല്ലാതെ ബിഷപ്പ് ജനതാ പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട് ഇവിടെ കേരളത്തിൽ. ഇവരാണ് സീറ്റ് തീരുമാനിക്കുന്നത്. ഇവര് സീറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്വയം സേവകർക്ക് എന്ത് സീറ്റ് കിട്ടി? യഥാർത്ഥ ഹിന്ദു പോരാളികൾക്ക് എന്ത് സീറ്റ് കിട്ടി? ഇവിടെ കാവിയിട്ട് കട്ടർ ഹിന്ദുസം പറയാനല്ല ഞാൻ പറയുന്നത്. ധർമ്മത്തെ പറ്റി പഠിപ്പിക്കുന്നവർക്ക് എന്ത് സീറ്റ് കിട്ടി? അവർക്ക് എന്ത് ചെയ്തു? കുറെ 2020 കുറെ ടിക്ടോക്ക് പിള്ളേർക്ക് കൊടുത്തു. ടിക്ടോക്ക് നടത്തുന്നവർക്ക്, റീല് നടത്തുന്നവർക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക്, ബിഗ് ബോസുകാർക്ക് ഇത് സീറ്റ് കൊടുക്കുമ്പോ ആ ഏരിയ തൃപ്പൂണിത്തുറ എത്ര സ്ട്രോങ് മണ്ഡലമായിരുന്നു. കേരളത്തിലെ BJPനെ ഏത് മണ്ഡലത്തിലുള്ളവർ ജയിക്കണം എന്നുള്ളത് ഞാൻ അടുത്തതിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. they want to do something good for the society, but at the same time നമ്മൾ ഇതിനകത്തുള്ള ക്രിമിനൽസിനെ അറിയണം. ഈ പറയുന്ന പോലെ മലീമസമായ സാധനങ്ങളെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഇത് പുറത്താക്കിയില്ലെങ്കിൽ അത് ഇവർ തന്നെ നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കും. ഇവർക്ക് നമ്മുടെ മംഗലാപുരത്ത് ധർമ്മസ്ഥലയുണ്ട്. ധർമ്മസ്ഥലയുടെ ചുറ്റും കംപ്ലീറ്റ് ഇവർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ മാഫിയ ഹന്നൂർ തൊട്ട് എയർപോർട്ട് വരെ കംപ്ലീറ്റ് ഇവരുടെ ഗ്രൂപ്പ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം എടുത്തു കഴിഞ്ഞു. ശിവഗംഗ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, മലബാർ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മലബാറിൽ നിന്ന് എല്ലാ ആശുപത്രികളും കോടാനുകോടി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. KKRഉം ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ 2 കമ്പനി, അവരുമായിട്ട് ആ ഗ്രൂപ്പുമായിട്ട് PC ജോർജിനും ഷോൺ ജോർജിനും അനൂപ് ആന്റണിക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ? അനൂപ് ആന്റണി പറയുന്നുണ്ടല്ലോ 5 കോടിയാണ് ഈ കേരളത്തിൽ MLA ഫണ്ടെങ്കിൽ ബാക്കി നമുക്ക് അൺലിമിറ്റഡ് ഫണ്ട് വരും എന്ന്. അൺലിമിറ്റഡ് ഫണ്ടിന്റെ സോഴ്സ് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ? എന്നെ പോലെ ഒരുത്തൻ ചോദിക്കാൻ ഈ കേരളത്തിൽ ഇല്ലായിരുന്നു.
ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി പിടിച്ച് എന്റെ ചെലവിൽ ഞാൻ റിസ്ക് എടുത്തു വരുന്നത്. കാരണം ഇത് എന്റെ നാട്. ഇവിടെ ഒരു MLA ക്ക് MPP പോസ്റ്റിന് വേണ്ടി ഞാൻ എഴുതി ഒട്ടിക്കാറില്ല. എനിക്ക് എന്റെ ആൾക്കാരുടെ ജീവനാവരുത്. ഞാൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരു രീതിയിലുള്ള സഹായവും കേരളത്തിൽ ആരും തരില്ല. അത്രയും സ്വാർത്ഥരായി ജീവിക്കുകയാണ്. പിന്നെ ഒരാൾക്ക് ഒരു ഗ്രൂപ്പിന് എന്നെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ട്, പക്ഷെ അവർക്ക് എന്നെ സഹായിക്കാനുള്ള ഈ കള്ളന്മാർ ഇവിടെ വരുമ്പോ നമ്മൾ ഇവിടെ കഞ്ഞി കുടിച്ചാണെങ്കിലും സുഖമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മുടെ മക്കളുടെ ഭാവിമാരൊക്കെ കളയല്ലേ? ഈ ഡ്രഗ് മാഫിയക്കെതിരെ ഇവന്മാർ ഒരു വിരളനക്കിയിട്ടുണ്ടോ? ഇവന്മാര് കർണാടകത്തിന്റെ സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഡ്രഗ് കണ്ട്. എല്ലാം തെളിവ് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അറിയാമത്. ഇവരെന്താണ്, എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത്? മാറാത്തത് ഇനി മാറും. അപ്പൊ നാറാത്തത് ഇനി നാറണം വേണ്ടേ? ഓരോ ഉണക്ക ക്യാപ്ഷനും ഇറക്കി അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡീലും വെച്ചിട്ട് ഇവര് വരുമ്പോ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഇനിയും പറയാനുണ്ട് എനിക്ക്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും കുറെ കാര്യങ്ങൾ പറയാം. സുരേന്ദ്രന്റെ ഡീലുകളെ പറ്റി. ഇത് ആരോപണമൊന്നും അല്ല സാർ. തെളിവിന്റെ കാര്യമുള്ള മാധ്യമങ്ങളുടെ ജോലി. ഞാൻ തെളിവ് നടത്തി തരാം. ഈ പറയുന്ന BPL ആരോപണമാണോ? ഈ സുപ്രീം കോടതി തള്ളിയതല്ല. ഈ സാധനത്തിന്റെ ഈ ഇൻട്രസ്റ്റ് ഫേവർ ചെയ്തതിന്റെ ഡീലുകൾ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും കോടതിക്ക് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തില്ലെങ്കിൽ കോടതി തള്ളും. ഞാൻ നിങ്ങൾക്കുള്ള തെളിവുകളെല്ലാം നിങ്ങൾ എന്നോട് വരൂ. ഞാൻ തെളിവ് പെട്ടിയിലാക്കി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തെളിവുമായിട്ട് വന്ന ഓർമ്മയുണ്ടോ? ഇവിടെ അടികൂടിയത് ഓർമ്മയുണ്ടോ? ഈ പ്രസ് ക്ലബില് അന്ന് തെളിവായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് തന്നു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയുടെ അഴിമതി നടന്നതിന്റെ തെളിവ്. ആരിത് കൊടുത്ത തെളിവ്? വിനോദ് റോയും അതുപോലെ തന്നെ അമിക്കസ് കുറിയുടെ മുന്നിൽ സമർപ്പിച്ച് ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനായ ഒരു വ്യക്തി അതിൽ കയറി അങ്ങ് ചാടി. അദ്ദേഹം കൊട്ടാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രശ്നമായി. ഇവിടെ അടിയുണ്ടായി. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ഇറങ്ങിപ്പോയി. തെളിവ് കൊണ്ട് തന്നപ്പോ ഇത് സ്ഥിരം ചോദ്യമാണ്. ഞാനും ഒരു മീഡിയയുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യുന്നതാണ്. തെളിവെന്ന് ചോദിച്ചാൽ കാക്ക ഇണചേരുന്നത് തെളിവ് കാണിച്ചു തരാൻ പറ്റും. പക്ഷെ എന്റെ കുട്ടിയെ കാണാം. കാക്ക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല ഞാൻ പറഞ്ഞ ക്രോ. അതിന്റെ ഇണചേരൽ ആർക്കും കാണാൻ പറ്റില്ല, പക്ഷെ കുട്ടി ഉണ്ടാവും. ഇതൊന്നും ചുമ്മാതെ പറയുന്നല്ല. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് BJPയുടെ നാഷണൽ ലെവലാണ്. തൊടാൻ പറ്റുമോ? ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യമല്ല. ഇവിടുത്തെ ഇന്റലിജൻസിന് അറിയാം ഇതൊക്കെ. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതായത് അങ്ങ് ചോദിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോ ഈ ചെകുത്താൻ ഇവിടെ കയറി വരുന്നു അല്ലെ? തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ വിധി മാറ്റുന്ന സംഭവം. ഈ സമയത്ത് ജനങ്ങൾ ഹിന്ദുക്കൾ പാവങ്ങളാ. ഹിന്ദുക്കൾ രാമന്റെ കഥ. ഇന്ന് രാമന്റെ എന്തെങ്കിലും ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട്. കർണാടകയിൽ എന്റെ പിള്ളേർ ഭയങ്കര സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. എലക്ഷൻ വരുമ്പോ രാമന്റെയും മോദിയുടെയും തല കൊണ്ടുവരും. അങ്ങനെയല്ല. എല്ലായിടത്തും ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പണ്ട് കോൺഗ്രസ് മോശമാണെന്ന് പറഞ്ഞു നടന്നവരാണ് BJP. കോൺഗ്രസിൽ മലീമസമായ പലതും ദോഷങ്ങളുണ്ടെന്ന് പറയുന്നു. ഇന്ന് കോൺഗ്രസിൽ അതുപോലെ LDF മോശമാണെന്ന് പറയുന്നു. എല്ലാ പാർട്ടികളെയും വേസ്റ്റുകളെല്ലാം ഒഴുകി വന്ന് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സെപ്റ്റി ടാങ്കായി BJP മാറി. BJPക്ക് എന്തിനാണ് മറ്റു പാർട്ടിയുടെ ആൾക്കാർ? എല്ലാവർക്കും. അതായത് താങ്കളുടെ കയ്യിൽ പണമുണ്ടോ, നിങ്ങൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണോ, ഞങ്ങൾ രക്ഷിക്കാന്നാണ് അവരുടെ മുദ്രാവാക്യം. പെട്ടിയായിട്ട് വന്നാൽ മതി. അതുകൊണ്ടാണല്ലോ ഈ പ്രതാപിന്റെ പോലും ഇവിടുത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ BJPയിലേക്ക് കയറുന്ന എന്തിനാണ്? അന്വേഷണങ്ങൾ അവർക്കെതിരെ വരാതിരിക്കാൻ. ബുദ്ധിയുള്ള ബിസിനസ്സുകാർ BJP ചൂസ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. ഇതല്ല BJP. നമ്മളുടെ BJP ഇതല്ല. രാഷ്ട്രത്തിനെ നിർമ്മിച്ച വേറൊരു BJP ഉണ്ട്. രാഷ്ട്രത്തിന് ധർമ്മത്തിന്റെ കൂടെ ജീവിക്കുന്ന ഒരു BJP ഉണ്ട്. ശരീരത്തിലും മനസ്സിലും എല്ലാം ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു BJP ഉണ്ട്. ആ BJP ഇവിടെ ആരും കാണിക്കുന്നില്ലല്ലോ. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ ആദ്യം പറയും ഞാൻ സംഘവിരോധി, ഞാൻ മറ്റവന്മാരുടെ നിന്ന് പൈസ മേടിച്ചു എന്ന് പറയുന്നു. ഇവന്മാർ എന്റെ ഫേസ്ബുക്കിൽ ഇനി പറയാനൊന്നുമില്ല. ഇവന്മാർക്ക് ആർക്കെങ്കിലും തെളിവുണ്ടോ നിങ്ങളെ പോലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇതുപോലെ നിന്ന് ചോദിക്കാനും സംസാരിക്കാനും? എന്റെ ബാങ്ക് ബാലൻസും എന്റെ ഹിസ്റ്ററി എല്ലാം ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനാണ്. ഞാൻ ഒരു അനുഭവത്തിലും ഇല്ല. എനിക്കൊരു വോട്ടർ ID പോലും എനിക്കില്ലാത്ത മനുഷ്യനാണ്. എന്തുകൊണ്ട്? ഞാൻ വിമർശിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പക്ഷെ ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. പക്ഷെ വേറൊരു കള്ളനും കൊണ്ട് ഇവിടെ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞു നടക്കുന്നത്. എനിക്ക് എന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആരാ? അയാളുടെ പേര് ശ്രീജിത്ത് എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഇവിടെ അപരനാമത്തിൽ അറിയപ്പെടുന്നത് ദത്തേത്രേയ സായി സ്വരൂപനാഥ് എന്നാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തുള്ള സംഘത്തിലെ പ്രവർത്തകർ റാണികുളത്തിൽ വെച്ച് പെണ്ണുങ്ങളുടെ കുളിച്ചിൻ കാണാൻ പോയതിന്റെ പേരിൽ തല്ല് കിട്ടിയവനാണ്. തെളിവുണ്ട്. അതിന് നല്ല കൃത്യമായിട്ട് അടി കൊടുത്തത് ഗുരുജി പ്രശാന്താണ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഇതിനെല്ലാം തെളിവില്ലാതെ ഇതുപോലെ എന്നെ പോലെ ഒരാൾ വന്ന് കേരളത്തിൽ വന്ന് നിങ്ങളുടെ പോലത്തെ
മാധ്യമ മുതലകളുടെ മുന്നിൽ വെറുതെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ കടിക്കും എല്ലാ തെളിവും. ഞാൻ എല്ലാം DGPക്ക് അടക്കം ഞാൻ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഇപ്പൊ തെളിവുണ്ടോ എന്ന് വെച്ചു. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ച തെളിവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 550 കോടിയോളം മോഷണം പോയി. അതിനെന്ത് നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യാത്ത? വെറും 4 കോടി രൂപയുടെ സ്വർണത്തിന്റെ പേരിൽ ശബരിമലയിൽ പിണറായി വിജയൻ മോട്ടിച്ചു എന്ന് പറഞ്ഞ് ഇവര് പറയുമ്പോ പിണറായിയുടെ പിറകെ പോകുന്നുണ്ട്. എന്താ അതിന്റെ തെളിവ് കണ്ടിട്ടുണ്ടോ? പിണറായി അവിടുന്ന് സ്വർണം മോട്ടിച്ചതിന്റെ തെളിവ് കാണിച്ചു തന്നാൽ ഞാൻ 1 കോടി രൂപ ഗോകുലത്ത് നിന്ന് ചിട്ടെടുത്താണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തരാം. ഇല്ല ഒരിക്കലും ഇല്ല. യു ഷുഡ് ആസ്ക്. അങ്ങ് ചോദിക്കണം. മാധ്യമ ധർമ്മമാണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടെന്നല്ല. നിങ്ങൾ എന്തുകൊണ്ട് വൈ യു ആർ സപ്പോർട്ടിങ് BJP എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എല്ലാവരും മാക്സിമം അവര് പറയുന്നതാണ് കേൾക്കുന്നത്. അവര് വികസനം കൊണ്ടുവരുന്നു. പോയിന്റിലേക്ക് വരാം. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അവര് വികസനം കൊണ്ടുവരുമെന്ന് പറയുമ്പോ അവര് സ്വന്തം കുടുംബത്തിന് പോലും വികസനം നടത്തിയിട്ടില്ല. അവര് സ്വന്തം കുടുംബത്തിന് പോലും സ്വന്തം രാജ്യത്തിന് എന്ത് വികസനമാണ് ഇവിടെ നിന്ന് അവർ ചെയ്യുന്നത്? എത്രയോ പദ്ധതികളുണ്ട്. ഏതെങ്കിലും പദ്ധതി അവർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു? ഇതൊക്കെ ചോദ്യമല്ലേ? നിങ്ങൾ വെറുതെ നിസ്സാരമായി കളഞ്ഞ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള സാധനം ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ വാഗ്ദാനവും നമ്മുടെ ആരോപണവും കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് ന്യൂസ് ആണ് വേണമെങ്കിൽ, നിങ്ങൾക്ക് അല്ലാതെ കുറെ ക്രൈം ന്യൂസ് ആണ് വേണമെങ്കിൽ എന്റെ കയ്യിൽ അത് ക്രൈം ന്യൂസ് തരാനില്ല. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലേന്ന് അവരുടെ അടുത്തൊന്ന് അന്വേഷിക്കും. ഇതൊക്കെ നിങ്ങൾ എത്ര നാളെ ജേർണലിസം കഴിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ പ്രസ് ക്ലബിൽ 20ാമത്തെ വയസ്സിൽ കയറിയ. ഇന്ന് എനിക്ക് 43 വയസ്സുണ്ട്. മനസ്സിലായോ? 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ തിരുവനന്തപുരത്ത് ഫസ്റ്റ് പ്രസ് മീറ്റ് ഇവിടെ സുനാമിയെ പറ്റി പറയുന്നത്. AK ആന്റണി അടക്കം രാജിവെക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു അഘോരി എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത കുറെ പേര് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെയാണ് നിങ്ങൾക്ക് വാർത്ത. അയാൾ അഘോരി അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് ഇത്രയും പറയാനുണ്ട്. ഇതിന് താങ്കൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഭദ്രാനന്ദ് തോക്കുസ്വാമി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയി. ഇതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താങ്കൾ ഏതെങ്കിലും ഇവരെടുത്ത് ചോദിക്കുക. അവര് പറഞ്ഞില്ലെങ്കിൽ അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നോട് ബാക്കി ഞാൻ സംസാരിക്കും. ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഐ എം ഹിയർ. ഐ വിൽ ഷെയർ മൈ നമ്പർ. യു ക്യാൻ ഇന്ററാക്ട് വിത്ത് മീ. ഓക്കെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. താങ്ക് യു.